പ്രിയപ്പെട്ടവരെ, ഏവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ ഓൾ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ കൃത്യസമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ തന്നെ നമ്മുടെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. അപ്പോൾ ക്ഷേമ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പുതുതായിട്ട് വന്ന ഒരു ന്യൂസാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ പറയുന്നത്. അപ്പോൾ ക്ഷേമ പെൻഷൻ നമുക്കറിയാം 3 മാസത്തെ കുടിശ്ശികയാണ് ഇനി നൽകാനുള്ളത്. അതായത് നേരത്തെ കുടിശ്ശികയിൽ 3 മാസത്തെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് അർഹരായവർക്ക് ലഭിക്കാനുള്ളത്. ആ 3 കുടിശ്ശിക വിഷു, അതുപോലെ തന്നെ ഓണം, ക്രിസ്തുമസ്, അതായത് ഈ വരാനിരിക്കുന്ന വിഷു, ഓണം, ക്രിസ്തുമസ് അങ്ങനെ 3 ഘട്ടമായിട്ടായിരിക്കും വിതരണം ചെയ്യുന്നത്. അതാത് മാസത്തെ പെൻഷനോടൊപ്പം ഈ ഓരോ കുടിശ്ശികയും ചേർത്തായിരിക്കും വിതരണം ചെയ്യുന്നത്. അപ്പോൾ പല രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്, ഇപ്പോൾ ഇത് ഉടനെ ലഭിക്കുമെന്നൊക്കെ രീതിയിലുള്ളത്. അങ്ങനെ ഒരിക്കലും ലഭിക്കുകയില്ല. ഈ ഒരു രീതി മാത്രമേ നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ. പിന്നെ ഇനി കുടിശ്ശികയില്ലാതെ, നിലവിലുള്ള പെൻഷൻ കുടിശ്ശികയില്ലാതെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് സർക്കാരിനെ സംബന്ധിച്ച് ഉള്ള കാര്യം. അതുപോലെ തന്നെ നമുക്കറിയാം, നേരത്തെ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF മുന്നോട്ട് വെച്ച ഒരു ഏറ്റവും വലിയൊരു തീരുമാനമായിരുന്നു 2500 ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. എന്നാൽ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സാമ്പത്തിക ഞെരുക്കങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ട് ആ രീതിയിലേക്ക് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഈ ബഡ്ജറ്റിന് ശേഷം ക്ഷേമ പെൻഷൻ 2500, അതായത് ഈ നിയമസഭയുടെ കാലാവധി തീരാൻ പോവുകയാണ്. അപ്പോൾ അതിനു മുമ്പായിട്ട് തന്നെ ക്ഷേമ പെൻഷൻ 2500 രൂപയിലേക്ക് വർദ്ധിപ്പിക്കും എന്നാണ് ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞത്. അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിലാണ് പറഞ്ഞത്. വാഗ്ദാനങ്ങൾ എല്ലാം പാലിക്കാനുള്ളതാണ്. അത് എന്ത് റിസ്ക് എടുത്താലും അത് ഈ ഒരു 5 വർഷത്തിനുള്ളിൽ ചെയ്യുമെന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യും. അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷനും 2500 രൂപയിലേക്ക് വർദ്ധിപ്പിക്കുമെന്നുള്ള കാര്യത്തിലും മാറ്റമൊന്നുമില്ല. എന്നാൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട്, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ആദ്യം വരുന്നത്, അതിനുശേഷമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്. അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലായിരിക്കും ഒരു ചെറിയ രീതിയിലുള്ള തുക മാത്രമേ കൂട്ടാൻ സാധ്യതയുള്ളൂ. അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുമ്പായിട്ട് 2500 ആക്കും. അങ്ങനെ ആക്കുന്നതിൻ്റെ ഒരു ലക്ഷ്യം 2-3 കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ, ഒരു ലോട്ടറി അടിക്കുന്ന പോലാണ് സത്യത്തിൽ സർക്കാർ വിചാരിച്ചിരിക്കുന്നത്. അതായത് ഒരു പരീക്ഷണം. അപ്പം 2500 ആക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ നൽകുന്നതിൽ യഥാർത്ഥത്തിൽ UDFിനേക്കാളും ഇപ്പോഴും LDFിനെ തന്നെയാണ് ആൾക്കാർക്ക് വിശ്വാസം. കാരണം 56 ലക്ഷം കുടുംബങ്ങളിലേക്ക് ഈ ഒരു വരുമാനം, ചെറിയൊരു വരുമാനമാണെങ്കിൽ പോലും അത് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആൾക്കാർ അനേകമുണ്ട്. ഈ 56 ലക്ഷം കുടുംബങ്ങളിൽ തന്നെ എത്ര വോട്ടർമാരുണ്ടെന്ന് നമുക്ക് കണക്ക് കൂട്ടിയാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അവർക്ക് വലിയ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ കഴിയും. അപ്പോൾ അവരുടെ ഒരു വിശ്വാസം അനുസരിച്ച് അവർ തീർച്ചയായിട്ടും 2500 രൂപ പെൻഷൻ പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് നടപ്പിലാക്കാൻ ശേഷി LDFിന് മാത്രമേ ഉള്ളൂ. അവർ നിന്നാലേ കിട്ടുകയുള്ളൂ എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയും ഈ ഒരു തന്ത്രത്തിന് പിന്നിലുണ്ട്. കാരണം ഇതുവരെയും 100 രൂപ വീതമൊക്കെ കൂട്ടിക്കൊണ്ടിരുന്നത് ആ ഒരു രീതിയിലേക്ക് വർദ്ധിപ്പിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതായിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, കിട്ടിയില്ലേ, അടുത്ത ഭരണം കിട്ടിയില്ലേലും പ്രശ്നമില്ല, അത് UDF ഈ പൈസ കൊടുക്കാൻ അവരെ കൊണ്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇപ്പോൾ തന്നെ ഈ പണമെല്ലാം വായ്പ എടുത്താണ് കൊടുക്കുന്നത്. അത് തന്നെയല്ല, കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കാനുള്ള GST വിഹിതം ഉൾപ്പെടെ കേരളത്തിന് കിട്ടുന്നതുമില്ല. അതുകൊണ്ടൊക്കെ തന്നെ സാമ്പത്തികപരമായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഈ പദ്ധതി നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ UDFിനെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടായിട്ട് തീരും. അപ്പോൾ ആ ഒരു രീതിയിലും കൂടെയാണ് ഉദ്ദേശിച്ചാണ് ഇപ്പോൾ ഈ പ്ലാനൊക്കെ ചെയ്യുന്നത്. എന്തായാലും ആര് പ്ലാൻ ചെയ്താലും എന്ത് പ്ലാൻ ചെയ്താലും ജനങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് മാത്രമേ നമുക്കും പറയാനുള്ളൂ. പരമാവധി ആളുകൾക്ക് കുറച്ചുകൂടെയൊക്കെ തുക വർദ്ധിപ്പിച്ച് കിട്ടിയാൽ അത് ആളുകൾക്കൊക്കെ തന്നെ വലിയ ഉപകാരമായി തീരും.